ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ദൗത്യമായിരുന്നു. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ ടണലിൽ അകപ്പെട്ട തൊഴിലാളികളെ 40 തൊഴിലാളികളെ, അതായത് സിൽക്കാര ദന്തൽകാവ് ടണലിൽ അകപ്പെട്ട 40 തൊഴിലാളികളെ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ നടപ്പിലാക്കിയ ദൗത്യമായിരുന്നു. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് സെഷനിലോട് സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ നാവായിക്കുളം. സുഹൃത്തുക്കളെ, ഇന്നത്തെ സെഗ്മെന്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് കറണ്ട് അഫയേഴ്സ് പോർഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 15 ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 15 മാതൃകാ ചോദ്യങ്ങൾ. വെറും 15 മാതൃകാ ചോദ്യങ്ങൾ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ ഈ ഒരു 15 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുക കേട്ടോ. സോ ഇത്ര മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൃത്യമായിട്ട് അറിയാത്ത പോയിന്റുകൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഇവിടെ ഒരു സ്ട്രാറ്റജി കൂടി ഞാൻ നിങ്ങളോട്ട് എത്തിക്കും, എങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനുള്ളത്. സോ നമുക്ക് എന്തായാലും ഈ ഒരു ക്ലാസ്സിലൂടെ അടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ്. താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. 2 സ്റ്റേറ്റ്മെന്റാണ് കൊടുത്തിരിക്കുന്നത്. ദ വിന്നർ ഓഫ് 46th വയലാർ അവാർഡ് ഈസ് ശ്രീകുമാരൻ തമ്പി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ദ വർക്ക് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ റിസീവ്ഡ് ദ 2023 വയലാർ അവാർഡ്. ഈ 2 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഏതാണ് റൈറ്റ് സ്റ്റേറ്റ്മെന്റ്? നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് 46ാമത് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്ന ശ്രീകുമാരൻ തമ്പി. ഇവിടെ ഒരു ചെറിയൊരു എറർ ഉണ്ട്. അതായത് 46ാമത് വയലാർ അവാർഡ് അല്ല ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചിരിക്കുന്നത്, മറിച്ച് 47ാമത് വയലാർ അവാർഡ് 2023 ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം ഒന്ന് പറയാൻ ശ്രമിച്ച്. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 47ാമത് വയലാർ അവാർഡ് നൽകിയിരിക്കുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് 2023 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്ന മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതി. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2023 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്ന കൃതി ജീവിതം ഒരു പെൻഡുലം. സോ ബി ഓപ്ഷനും റോങ് ആണ്. അപ്പൊ രണ്ടും ഇവിടെ റോങ് ആണ്. നമുക്ക് നേരെ ഓപ്ഷനിലോട്ട് കിടക്കാം. ഇവിടെ ബോത്ത് ആർ ഇൻകറക്റ്റ് എന്ന ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. സോ ഈ ഒരു ചോദ്യത്തിൽ വയലാർ അവാർഡുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളാണ് വന്നത്. സോ നമുക്ക് ആ ഒരു വയലാർ അവാർഡ് ഒന്ന് പഠിച്ചിട്ട് പോവാം. 47ാമത് വയലാർ അവാർഡാണ് 2023 നൽകിയത്, ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ലഭിച്ചത്. 46ാമത് വയലാർ അവാർഡ് 2022 ലഭിച്ചിരിക്കുന്നത് എസ് ഹരീഷ് ആണ്. അദ്ദേഹത്തിന്റെ മീശ എന്ന നോവലിനാണ് 2022 46ാമത് വയലാർ അവാർഡ് നൽകിയത്. 2021 വയലാർ അവാർഡ് 45ാമത് കേട്ടോ, 45ാമത് വയലാർ അവാർഡ് 2021 നൽകിയിരിക്കുന്നത് ബെന്യാമനാണ്. ബെന്യാമന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് നൽകിയത്. സോ 47ഉം 46ഉം 45ഉം നമ്മൾ ഇവിടെ പഠിച്ചു. സോ വയലാർ അവാർഡ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ചോദ്യം ഇതാണ്: ദ ഇൻകറക്റ്റഡ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കാർത്തിയായനി അമ്മ. കാർത്തിയായനി അമ്മയുമായി ബന്ധപ്പെട്ട ഇൻകറക്റ്റഡ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. സോ ഇവിടെ 4 ഓപ്ഷൻസ് ആണ്. പാസ്റ്റ് എവേ, കാർത്തിയായനി അമ്മ passed away on October 10, 2023. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ മോസ്റ്റ് എൽഡർലി ലിറ്ററേറ്റ് പേഴ്സൺ ഇൻ ദ കൺട്രി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എലക്ടഡ് ആസ് കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡർ ഇൻ 2019. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് റിസീവ്ഡ് ദ നാരി ശക്തി പുരസ്കാർ ഇൻ 2020. സോ ഇത് ഏതാണ് ഇൻകറക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാർത്തിയായനി അമ്മ അന്തരിച്ചത് 2023 ഒക്ടോബർ 10 റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. കാർത്തിയായനി അമ്മ അന്തരിച്ചത് 2023 ഒക്ടോബർ 10 തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന മോസ്റ്റ് എൽഡർലി ലിറ്ററേറ്റ് പേഴ്സൺ ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും മുതിർന്ന സാക്ഷരതാ പഠിതാവാണ് കാർത്തിയായനി അമ്മ എന്ന് പറയുന്നു. അതും റൈറ്റ് ആണ്. കാരണം 96ാം വയസ്സിൽ അക്ഷരലക്ഷം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കാർത്തിയായനി അമ്മ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രായത്തിലെ സാക്ഷരതാ പഠിതാവായിട്ട് മാറിയത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്.
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എലക്ടഡ് ആസ് ദ കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡർ ഇൻ 2019. 2019 കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 2019 കാർത്തിയായനി അമ്മ കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസഡർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. സോ എയും ബിയും സിയും ശരിയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അനുമാനിക്കാം ഡി തെറ്റാണ്. കാരണം ഇവിടെ നാരീശക്തി പുരസ്കാരം 2020 പറയുന്നത്. 20 2019 നാരീശക്തി പുരസ്കാരം കാർത്തിയായനി അമ്മയ്ക്ക് ലഭിച്ചത്. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, റിസീവ്ഡ് ദ നാരീശക്തി പുരസ്കാർ ഇൻ 2020. അവിടെ നിങ്ങൾ തിരുത്തേണ്ടത് 2019 കാർത്തിയായനി അമ്മയ്ക്ക് നാരീശക്തി പുരസ്കാരം ലഭിച്ചത്. സോ കൂട്ടുകാരെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാർത്തിയായനി അമ്മ 2023 ഒക്ടോബർ 10 അന്തരിച്ചത്. വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള, ഇന്ത്യയിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും, ഇന്ത്യക്കുള്ളിലും നമ്മുടെ കേരളത്തിനുള്ളിലും വളരെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ അന്തരിച്ച ഡേറ്റ് സഹിതം ഇപ്പോൾ PSC ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ അന്തരിച്ച വിത്ത് ഡേറ്റ് സഹിതം PSC അടുത്ത കാലങ്ങൾക്കിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28 ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. അദ്ദേഹം അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. കൂടാതെ ഫാത്തിമ ബീവി അന്തരിച്ച ഡേറ്റ് വിത്ത് ഡേറ്റ് സഹിതം PSC ചോദിച്ചു അടുത്തിടെ നടന്ന ഒരു എക്സാമിന്. സോ ഇവിടെ അറിഞ്ഞിരിക്കുക ഫാത്തിമ ബീവി അന്തരിച്ച 2023 നവംബർ 23 2023 നവംബർ 23 ഫാത്തിമ ബീവി അന്തരിച്ചത്. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി കൂടിയായിരുന്നു ഫാത്തിമ ബീവി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രം, ഇന്ത്യയിലെ വളരെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ അന്തരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിത്ത് ഡേറ്റ് സഹിതം ഒന്ന് പഠിക്കുക. കൂടാതെ അവരുമായി ബന്ധപ്പെട്ട മറ്റ് GK ചോദ്യങ്ങൾ, മറ്റ് ഫാക്ട്സുകൾ കൂടി പഠിക്കുക. അവിടെ നിന്ന് അങ്ങനെയൊക്കെ PSC ചോദിക്കാറുണ്ട്. അടുത്തിടെ അന്തരിച്ച വെള്ളയാണി അർജുനുമായി ബന്ധപ്പെട്ട ചോദ്യം പത്മ അവാർഡുമായി കണക്ട് ചെയ്തുകൊണ്ട് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പത്മ അവാർഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്തരിച്ച വ്യക്തികളുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പത്മ അവാർഡ്സുകൾ കൂടി വർഷങ്ങൾ കൂടി നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് എന്തായാലും അടുത്തൊരു കോണ്ടന്റിലോട്ട് കിടക്കാം. ചോദ്യം ഇതാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. 4 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന ഫസ്റ്റ് ടു വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് കാർഗോ ഷിപ്പ് ഷെൻഹുവ 15. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് MD ഓഫ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് വിഴിഞ്ഞം പോർട്ട് ഈസ് ദിവ്യ S അയ്യർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രീകുമാർ K നായർ ഈ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നൽകിയിരിക്കുന്ന ഓൾ ആർ റൈറ്റ്. താഴെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മൂന്നെണ്ണം മുന്നേ പറഞ്ഞിരിക്കുന്ന 1, 2, 3 സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് എന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. ഇവിടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ ആ ഒരു പോർട്ടിൽ നിലവിൽ വന്ന അല്ലെങ്കിൽ അവിടെ വന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ ഷെൻഹുവ 15 തന്നെയാണ്. ഷെൻഹുവ 15 ആയിരുന്നു വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിലെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ. ചൈനയിൽ നിന്നാണ് ഈ ഒരു ചരക്ക് കപ്പൽ ഈ ഒരു പോർട്ടിലോട്ട് വന്നത്. കൂടാതെ ഈ ഒരു വിഴിഞ്ഞം പോർട്ടിന്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ ദിവ്യ S അയ്യർ. ദിവ്യ S അയ്യർ തന്നെയാണ് നിലവിലെ മാനേജിംഗ് ഡയറക്ടർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഈ ഒരു വിഴിഞ്ഞം പോർട്ടിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ ശ്രീകുമാർ K നായർ. സോ ഇവിടെ എയും ബിയും സിയും ശരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി തിരഞ്ഞെടുക്കാം, ഓൾ ആർ റൈറ്റ്. സോ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓൾ ആർ റൈറ്റ് എന്നാണ്. അടുത്തതായി നമുക്ക് മറ്റൊരു ചോദ്യത്തിലൂടെ അടക്കാം. നാലാമത്തെ ചോദ്യമാണ്. സോ ഇവിടെ ചോദ്യം എങ്ങനെയാണ്, ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ്, താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് കണ്ടെത്തേണ്ടത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഓപ്പറേഷൻ അജയ് വിച്ച് റെസ്ക്യൂഡ് ഇന്ത്യൻ ഇൻ ഇസ്രായേൽ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ദ ഇസ്രായേൽ പാലസ്തീൻ വാർ സ്റ്റാർട്ടഡ് ഓൺ October 7, 2023. ഇസ്രായേൽ പാലസ്തീൻ വാർ ആരംഭിച്ചത് 2023 ഒക്ടോബർ 7 രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലാണെങ്കിൽ ആ ഒരു വാറിനിടയിൽ നടന്ന ആ ഒരു ഇസ്രായേലിലെ ഇന്ത്യക്കാരെ ഇന്ത്യയിലോട്ട് തിരികെ എത്തിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ അജയ്. സോ ഇതിലെ 2 സ്റ്റേറ്റ്മെന്റും റൈറ്റ് ആണ്. ഇവിടെ പറയുന്ന 2 സ്റ്റേറ്റ്മെന്റും റൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോത്ത് ആർ കറക്റ്റ്, ഓപ്ഷൻ സി നമുക്ക് തിരഞ്ഞെടുക്കാം. ബോത്ത് ആർ കറക്റ്റ്.
ഓപ്പറേഷൻ അജയ് എന്നാൽ ഈ ഒരു ഇസ്രായേൽ പാലസ്തീൻ വാറുകൾ നടന്ന സമയത്ത് അവിടെ ഇസ്രായേൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ തിരിച്ച് ഇന്ത്യയിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. ഈ ഒരു വാർ ആരംഭിച്ചതാണെങ്കിൽ 2023 ഒക്ടോബർ 7-നായിരുന്നു. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യക്ക് പുറത്ത് നടത്തിയിട്ടുള്ള ദൗത്യങ്ങൾ, സൈനിക ദൗത്യങ്ങളും കൂടാതെ ഇന്ത്യക്കകത്ത് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസും കൂടാതെ മറ്റു രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ദൗത്യങ്ങളും നമ്മുടെ PSCയുടെ കണ്ടന്റുകളായിട്ട് അല്ലെങ്കിൽ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കണം. അടുത്തിടെ നടന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നോക്കിക്കേ, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നാൽ 2024 ഏപ്രിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക ദൗത്യം അറിയപ്പെടുന്ന പേരായിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച ആ ഒരു സൈനിക ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നായിരുന്നു. കൂടാതെ ചെങ്കടലിലെ ഷിപ്പിങ്ങിനെതിരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളോട് പ്രതികരിക്കാൻ 2023 ഡിസംബറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അമേരിക്ക നടപ്പിലാക്കിയ സൈനിക നടപടിക്ക് നൽകിയ പേര് ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്നായിരുന്നു. ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ദൗത്യമായിരുന്നു. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ ടണലിൽ അകപ്പെട്ട തൊഴിലാളികളെ 40 തൊഴിലാളികളെ, അതായത് സിൽക്കാര ദന്തൽകാവ് ടണലിൽ അകപ്പെട്ട 40 തൊഴിലാളികളെ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ നടപ്പിലാക്കിയ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സുരംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദഗി എന്ന് പറയും. ഓപ്പറേഷൻ സുരംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദഗി. മറ്റൊരു ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. നടപ്പിലാക്കിയത് 2022-ലാണ്. അങ്ങനെ 2022 കാലഘട്ടത്തിൽ ഉക്രൈൻ റഷ്യ അധിനിവേശങ്ങൾ നടക്കുകയായിരുന്നു. ആ ഒരു അധിനിവേശ സമയത്ത് ഉക്രൈനിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലോട്ട് പലായനം ചെയ്ത ഇന്ത്യക്കാരെ വീണ്ടും തിരിച്ച് ഇന്ത്യയിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യ നടപ്പിലാക്കിയ ആ ഒരു ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ 2022. അടുത്തതായ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ദോസ്ത് 2023. ഈ ഒരു ഓപ്പറേഷന്റെ പ്രധാന ലക്ഷ്യം, അതായത് തുർക്കിയിലും സിറിയയിലും 2023 ഭൂചലനം ഉണ്ടായി അല്ലെങ്കിൽ എർത്തിക്യൂക്ക് ഉണ്ടായി. ആ സമയത്ത് ആ രാജ്യത്ത് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ദോസ്ത് 2023. അടുത്തതായി മറ്റൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദേവിശക്തി. ഓപ്പറേഷൻ ദേവിശക്തി 2021-ലായിരുന്നു. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിൽ അട്ടിമറിയിലൂടെ ഭരണത്തിൽ വന്ന ഒരു സംഘമായിരുന്നു താലിബാൻ. താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളും മറ്റ് സിഖുകാരും അവിടെ നിന്ന് പലായനം ചെയ്തു. അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ത്യ നടപ്പിലാക്കിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ദേവിശക്തി. സോ കൂട്ടുകാരെ, ഞാൻ ഇത്രയും ഓപ്പറേഷൻസ് ഇവിടെ ചർച്ച ചെയ്തതിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ഉള്ളിൽ നടന്ന ഓപ്പറേഷൻസ്, ഇന്ത്യ തന്നെ നടപ്പിലാക്കിയ ഓപ്പറേഷൻസും ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യ നടപ്പിലാക്കിയ ഓപ്പറേഷൻസും മറ്റു രാജ്യങ്ങൾ നടപ്പിലാക്കിയ വളരെ പ്രധാനപ്പെട്ട പ്രോമിനന്റ് ആയ ഓപ്പറേഷൻസും നിങ്ങൾ പഠിക്കണം. നമ്മുടെ PSCയിൽ പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പോലുള്ള എക്സാംസിന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. സോ അടുത്തതായി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5-ലോട്ട് കിടക്കാം. സ്പോർട്സിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ദ ചാമ്പ്യൻസ് ഓഫ് ദ 2023 സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. 2023 നടന്ന സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചതാരാണ് അല്ലെങ്കിൽ കിരീടം നേടിയതാരാണ്? ഇവിടെ റൈറ്റ് ആൻസർ ഇന്ത്യയാണ് കേട്ടോ. 2023 നടന്ന സാഫ് അണ്ടർ 19 ഫുട്ബോളിൽ കിരീടം നേടിയിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കിരീടം സ്വന്തമാക്കിയത്. കൂടാതെ 2023 സാഫ് അണ്ടർ 19 ഫുട്ബോളിന് വേദിയായത് വെന്യൂ എവിടെയെന്ന് ചോദിച്ചാൽ നേപ്പാളിലാണ് കേട്ടോ. നേപ്പാളിലാണ് ഈ ഒരു ഇവന്റിന് വേദിയായത്. സോ 5ാമത്തെ ചോദ്യവും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ചോദ്യം ഇതാണ്: ദ കറന്റ് CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് കേരള ബാങ്ക്. കേരള ബാങ്കുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ PSC ഒട്ടനവധി തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ നിലവിൽ പുതിയ ഒരു CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് കേരള ബാങ്കിന്. എങ്കിൽ നിലവിലെ ഈ ഒരു CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ജോർട്ടി എം ചാക്കോ ആണ് നിലവിലെ കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. മുന്നേ PS രാജനായിരുന്നു. ആ ഒരു ചോദ്യം മുന്നേ ഓൾറെഡി PSC ചോദിച്ചിട്ടുണ്ട്. നിലവിൽ മാറി. ആ ഒരു പുതിയ വ്യക്തിയുടെ പേര് ജോർട്ടി എം ചാക്കോ എന്നാണ്. എങ്കിൽ കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റിന്റെ പേരെന്താണ്? ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഗോപി കോട്ടമുറിക്കൽ. 6ാമത്തെ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ചോദ്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് കേരള ബാങ്ക് നിലവിൽ വന്നത് 2019
നവംബർ 29 പ്രീവിയസ് ചോദ്യമാണ്. കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 2019 നവംബർ 29 കേരള ബാങ്ക് നിലവിൽ വന്നത്. സോ അടുത്തൊരു ചോദ്യം, ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ്, താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ചോദ്യം ഇതാണ്, ഇൻ ഒക്ടോബർ 2023 ഹമൂൺ ഫോംഡ് എ സൈക്ലോൺ ഇൻ അറേബ്യൻ സീ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ സൈക്ലോൺ വാസ് നെയിംഡ് ഹമൂൺ ബൈ ഇറാൻ. ഇവിടെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് റൈറ്റ്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഹമൂൺ എന്ന ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് 2023 ഒക്ടോബറിൽ രൂപം കൊണ്ടത് അറേബ്യൻ സീയിൽ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചെറിയൊരു എറർ ഉണ്ട്. അതായത് ഹമൂൺ ചുഴലിക്കാറ്റ് 2023 ഒക്ടോബറിലാണ് രൂപം കൊണ്ടത്, പക്ഷേ ഇത് ഫോം ചെയ്തിരിക്കുന്നത് അറേബ്യൻ സീയിലല്ല, ബേ ഓഫ് ബംഗാളിലാണ്. അല്ലെങ്കിൽ അറേബ്യൻ സീയിലല്ല, മറിച്ച് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഒരു ചുഴലിക്കാറ്റാണ് ഹമൂൺ എന്ന ചുഴലിക്കാറ്റ്. 2023 ഒക്ടോബറിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഹമൂൺ എന്ന ഈ ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്ന രാജ്യം ഇറാൻ എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ബി റൈറ്റ് ആണ്, എ റോങ് ആണ്. അറേബ്യൻ സീയിലല്ല ഹമൂൺ ഫോം ചെയ്തിരിക്കുന്നത്, മറിച്ച് ബേ ഓഫ് ബംഗാളിലാണ്. സോ നമുക്ക് ഓപ്ഷൻ ബി തിരഞ്ഞെടുക്കാം. ഓൺലി ബി ഈസ് കറക്റ്റ്. ഓൺലി ബി ഈസ് കറക്റ്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSC നിരന്തരം ചോദിക്കാറുണ്ട്. സോ ചുഴലിക്കാറ്റ്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉടലെടുത്ത ചുഴലിക്കാറ്റുകൾ ബേ ഓഫ് ബംഗാളിലാണോ അതോ അറേബ്യൻ സീയിലാണോ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവിടെ നിന്ന് സ്റ്റേറ്റ്മെന്റ് മോഡലിൽ ചോദ്യങ്ങൾ വരും. കൂടാതെ ഈ ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏത്? ഈ ഒരു ചുഴലിക്കാറ്റിന്റെ പേരിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അതും പഠിച്ചു വെക്കുക. സോ 3 രീതിയിലാണ് ഇവിടെ PSC ചോദിക്കാറുള്ളത്. ചുഴലിക്കാറ്റ് എവിടെ ഫോം ചെയ്തു, കൂടാതെ ഈ ഒരു പേര് നൽകിയത്, ഈ ഒരു ചുഴലിക്കാറ്റിന്റെ പേര് നൽകിയ രാജ്യം, ഈ ഒരു പേരിന്റെ മീനിങ് എന്താണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുക. സോ നമുക്ക് എന്തായാലും 8ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ചോദ്യം ഇതാണ്, ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ്, താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന ഇൻ ദ 65th സ്റ്റേറ്റ് സ്കൂൾ അത്ലറ്റിക് മീറ്റ് 2023 പാലക്കാട് എമേർജ്ഡ് ആസ് ചാമ്പ്യൻസ്. 2023 നടന്ന 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയിച്ചിരിക്കുന്നത് പാലക്കാട് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ വെന്യൂ ഫോർ ദ സ്പോർട്സ് മീറ്റ് ഇൻ 2023 വാസ് കുന്നംകുളം തൃശൂർ. ഈ ഒരു സ്പോർട്സ് മീറ്റ് നമ്മുടെ 2023 സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് കുന്നംകുളം തൃശൂർ എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ്? നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഈ ഒരു സ്കൂൾ അത്ലറ്റിക് മീറ്റ് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയിച്ചിരിക്കുന്ന പാലക്കാട് റൈറ്റ് ആണ് കേട്ടോ. റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇത് വേദിയായി കുന്നംകുളം തൃശൂർ, അതും റൈറ്റ് ആണ്. സോ ഇവിടെ ബോത്ത് ആർ കറക്റ്റ്. ഓപ്ഷൻ സി നമുക്ക് തിരഞ്ഞെടുക്കാം. ബോത്ത് ആർ കറക്റ്റ്. അപ്പൊ നമുക്കറിയാം, ഇത്തരത്തിലുള്ള വേദികൾ നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള നമ്മുടെ സംസ്ഥാനങ്ങൾക്കുള്ളിൽ നടന്നതായാലും നമ്മുടെ നാഷണൽ ലെവലിൽ നടന്നതായാലും ഇന്റർനാഷണൽ ലെവലിൽ നടന്ന വെന്യൂസുകളും PSC പലപ്പോഴും ചോദിക്കാറുണ്ട്. സോ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വെന്യൂ ആണ് ഈ ഒരു സംസ്ഥാന സ്കൂൾ കായികമേള. കൂടാതെ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികളും ചോദിക്കാറുണ്ട്. അതിൽ വിജയിച്ചതാരെന്നും PSC ചോദിക്കാറുണ്ട്. സോ ഇവിടെ നമുക്ക് നോക്കാം. 2024 ജനുവരിയിൽ 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് കൊല്ലമാണ് കേട്ടോ. 62ാമത്. ഈ ഡിജിറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിലാണ് വരുന്നതെങ്കിൽ 61ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് കൊല്ലം. ശരിയോ തെറ്റോ? തെറ്റാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ നമ്മുടെ എക്സാംസിന് വരാറുണ്ട്. സോ അറിഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സുകളിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റുകൾ കയറി വരാറുണ്ട്. 2024 ജനുവരിയിൽ 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് നടന്നത്. വേദിയായത് കൊല്ലമാണ്. ഈ ഒരു ഇവന്റിൽ, ഈ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ചിരിക്കുന്നത് കണ്ണൂറാണ് കിരീടം നേടിയത്. എങ്കിൽ 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് 2024 വേദിയായത് കാസർഗോഡ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് കാസർഗോഡ്. 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് ഇടുക്കിയിലാണ് കേട്ടോ. 2023. ഇവിടെ നോക്കിക്കേ, 2024 കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് തിരുവനന്തപുരം. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് തിരുവനന്തപുരം.
കൂടാതെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് കുന്നംകുളം തൃശ്ശൂരാണ്. പക്ഷേ ഈ ഒരു കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് തിരുവനന്തപുരത്താണ്. സോ ഇത്രയും ചോദ്യങ്ങൾ നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്യുക. നമുക്ക് എന്തായാലും 9ാമത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. വീണ്ടും ഒരു ലിറ്റററി അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യ മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ്, താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ദ എഴുത്തച്ഛൻ അവാർഡ് ഫോർ 2023 വാസ് റിസീവ്ഡ് ബൈ SK വസന്തൻ. 2023 എഴുത്തച്ഛൻ അവാർഡിന്റെ ജേതാവ് SK വസന്തൻ എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്: ദ എഴുത്തച്ഛൻ അവാർഡ് വാസ് ഗീവൻ ഇൻ റെക്കഗ്നിഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ ടു മലയാളം ലിറ്റററി വർക്ക്. മലയാളത്തിലെ കൃതികൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: SK വസന്തൻ റിസീവ്ഡ് ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ കോംപ്രിഹെൻസീവ് കോൺട്രിബ്യൂഷൻ ഇൻ 2007. 2007 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു 2007. സോ ഈ 3 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം 2023 നൽകിയിരിക്കുന്നത് SK വസന്തന് തന്നെയാണ്. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന ലിറ്റററി വർക്കിനാണ്, സാഹിത്യ കൃതികൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ അവാർഡ്. ഇതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം സാഹിത്യ കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമല്ല എഴുത്തച്ഛൻ അവാർഡ്, മറിച്ച് സമഗ്ര സംഭാവന, സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നൽകുന്ന ഒരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ അവാർഡ്. സോ ഓപ്ഷൻ ബി ഈസ് റോങ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ ഈ ഒരു സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 2007 ലഭിച്ചു. കോംപ്രിഹെൻസീവ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 2007 ലഭിച്ചു. ഇവിടെ വർഷത്തിൽ ഒരു ചെറിയൊരു തിരുത്തുണ്ട്. 2013 അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത് 2007 തന്നെയാണ്. 2007 ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സോ ഇവിടെ ബിയും സിയും റോങ് ആണ്, എ മാത്രമാണ് ശരി എന്ന് പറയുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൺലി എ ഈസ് കറക്റ്റ്. സോ ഇവിടെ എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്തു പോകാം. ഇവിടെ നോക്കിക്കേ, എഴുത്തച്ഛൻ പുരസ്കാരം 2023 നൽകിയിരിക്കുന്നത് SK വസന്തൻ. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ കൃതികൾ ഓർമ്മയുണ്ടല്ലോ. കൂടിയല്ല ജനിക്കുന്ന നേരത്തും, അരക്കില്ലം, അദ്ദേഹത്തിന്റെ ഒരു നോവലാണ് അരക്കില്ലം. എൻ്റെ ഗ്രാമം എൻ്റെ ജനത മറ്റൊരു നോവലാണ് അദ്ദേഹത്തിന്റെ. സോ എൻ്റെ ഗ്രാമം എൻ്റെ ജനത അദ്ദേഹത്തിന്റെ ഒരു നോവലാണ്. അരക്കില്ലം അദ്ദേഹത്തിന്റെ നോവലാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കേരള സംസ്കാര ചരിത്ര നിഘണ്ടു എന്ന പുസ്തകവും SK വസന്തന്റെ കൃതിയാണ്. സോ 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് സേതുവാണ്. 2022 സേതു. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് P. വത്സല. ഈ ഒരു എഴുത്തച്ഛൻ പുരസ്കാരം നമുക്കൊരു കോഡിലൂടെ അങ്ങ് പഠിച്ചെടുക്കാം. അച്ഛൻ വസന്തന്, മകൻ സേതുവും, മകൾ വത്സലയും. സെറ്റല്ലേടാ മക്കളെ. അപ്പോ അച്ഛൻ വസന്തന്, മകൻ സേതുവും, മകൾ വത്സലയും. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് SK വസന്തൻ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സേതു. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് P. വത്സല. തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആരെയാണ്? P. വത്സല. തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് P. വത്സല. P. വത്സലയുടെ വളരെ പ്രശസ്തമായ നോവലാണ് നെല്ല് എന്ന് പറയുന്നത്. നെല്ല്. സോ നെല്ല് എന്ന നോവൽ സിനിമയാക്കിയത് രാമു കാര്യാട്ട് 1974. അത്തരത്തിലുള്ള കണ്ടന്റുകളെല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ കൂടി ശ്രമിക്കുക കേട്ടോ. ശരിയെങ്കിൽ നമുക്ക് എന്തായാലും മറ്റൊരു ചോദ്യത്തിലൂടെ പോകാം. 10ാമത്തെ ചോദ്യമാണ്. അതായത് ഇവിടെ നോക്കി, അപ്പോയിന്റ്മെന്റ് എന്ന കാറ്റഗറിയിലെ ചോദ്യമാണ്. കറന്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ആരാണ്? സോ ഇവിടെ 4 ഓപ്ഷൻസിൽ റൈറ്റ് ആൻസർ ഹീരാലാൽ സമരിയാണ് കറന്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ കേട്ടോ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ ഹീരാലാൽ സമരിയ. കൂട്ടുകാരെ, അപ്പോയിന്റ്മെന്റ്സ് എന്ന കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾ ഇന്ത്യ റിലേറ്റഡ് അപ്പോയിന്റ്മെന്റ്സും കേരള റിലേറ്റഡ് അപ്പോയിന്റ്മെന്റ്സും പഠിക്കണം. അവിടെ നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മുടെ ഒരു ഹോട്ട് ടോപ്പിക്സ് ആണ് അപ്പോയിന്റ്മെന്റ്സ്.
സോ അവിടെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. എങ്കിൽ ആരാണ് ഈ ഒരു അരുൺ കുമാർ മിശ്ര? നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അരുൺ കുമാർ മിശ്ര. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അരുൺ കുമാർ മിശ്ര. വി ഹരി നായർ, അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ്. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ വി ഹരി നായർ. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. മറന്നു പോകരുത്, എക്സാമിന് ഒരു വീക്കിന് മുന്നെങ്കിലും നിങ്ങൾ അപ്പോയിന്റ്മെന്റ്സുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് പോകാൻ ശ്രമിക്കുക. സോ അതാണ് നിങ്ങളുടെ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. 11ാമത്തെ ചോദ്യം. ഇൻ ദ 37th നാഷണൽ ഗെയിംസ് ഓഫ് 2023 secured the first position. 37ാമത് ദേശീയ ഗെയിംസിൽ ഫസ്റ്റ് സ്ഥാനം അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ കരസ്ഥമാക്കിയിരിക്കുന്നത് ഏത് സംസ്ഥാനം? മഹാരാഷ്ട്ര. കേട്ടോ, ആൻസർ മഹാരാഷ്ട്ര. രണ്ടാമതായിട്ട് കരസ്ഥമാക്കിയ സർവീസസ് ആണ്. കേട്ടോ, ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര, രണ്ടാം സ്ഥാനത്ത് സർവീസസ് ആണ്. 37ാമത് നാഷണൽ ഗെയിംസ് 2023 ഫസ്റ്റ് പൊസിഷൻ കരസ്ഥമാക്കിയിരിക്കുന്ന മഹാരാഷ്ട്ര. അടുത്തായി 12ാമത്തെ ചോദ്യം. ഇതെവിടെ നോക്കിക്കേ, ഒരു ലിറ്റററി അവാർഡ് തന്നെയാണ്, ഒരു സാഹിത്യ പുരസ്കാരം തന്നെയാണ്. സോ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ്, താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ദ ബുക്കർ പ്രൈസ് ഇൻ 2023 വാസ് വോൺ ബൈ പോൾ ലിഞ്ച്. ഐറിഷ് സ്വദേശിയ പോൾ ലിഞ്ചിനാണ് 2023 ബുക്കർ പ്രൈസ് നേടിയത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ നോവൽ പെർഫെക്റ്റ് സോങ് ബൈ ലിഞ്ച് ഈസ് റെസിപ്പിയന്റ് ഓഫ് ദിസ് പ്രൈസ്. പോൾ ലിഞ്ചിന് പെർഫെക്റ്റ് സോങ് എന്ന ഒരു കൃതിക്കാണ് അല്ലെങ്കിൽ ആ ഒരു നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പോൾ ലിഞ്ച് ഈസ് 5th ഐറിഷ് റൈറ്റർ വിൻ ദ ബുക്കർ പ്രൈസ്. ബുക്കർ പ്രൈസ് നേടുന്ന 5ാമത്തെ ഐറിഷ് റൈറ്റർ ആണ് പോൾ ലിഞ്ച്. നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓൾ ആർ കറക്റ്റ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന എയും ബിയും സിയും കറക്റ്റ് എന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഓരോരോ സ്റ്റേറ്റ്മെന്റ്സ് കൂടി ഒന്ന് പരിശോധിക്കാം. 2023 ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത് പോൾ ലിഞ്ചിന് എന്നാണ് പറഞ്ഞത്. കറക്റ്റ് ആണ് കേട്ടോ, പോൾ ലിഞ്ചിനാണ് 2023 ലഭിച്ചത്. ഐറിഷ് സ്വദേശിയാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ ഏത് നോവലിനായി ഈ ഒരു പുരസ്കാരം ലഭിച്ചത്? പ്രൊഫക്റ്റ് സോങ് എന്ന ആ ഒരു കൃതിക്കാണ് 2023 ബുക്കർ പ്രൈസ് നൽകിയത്. കൂടാതെ ഈ ഒരു ബുക്കർ പ്രൈസ് കിട്ടുന്ന 5ാമത്തെ ഐറിഷ് സ്വദേശി കൂടിയാണ് പോൾ ലിഞ്ച്. അതും റൈറ്റ് ആണ്. എയും ബിയും സിയും റൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി തിരഞ്ഞെടുക്കാം. ഓൾ ആർ കറക്റ്റ്. സെറ്റിൽ ആണ് മക്കളെ. സോ നമ്മൾ 12 ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് 13ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഒരു ചോദ്യം, ഇവിടെ നിന്ന് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ നവംബർ 2023 ഹൂസ് ഓട്ടോബയോഗ്രഫി അടിമ മക്ക വാസ് റിലീസ്ഡ്. അടുത്തിടെ നമ്മുടെ പ്രശസ്തമായ എഴുത്തുകാർ എഴുതിയിരിക്കുന്ന ഓട്ടോബയോഗ്രഫികളായാലും അവരുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അവർ അടുത്തിടെ പുറത്തിറക്കിയിരിക്കുന്ന പുസ്തകങ്ങളായാൽ കൂടി നമ്മുടെ PSC ചോദിക്കാറുണ്ട്. സോ അത്തരത്തിൽ ഇവിടെ അടുത്തിടെ ഒരു വ്യക്തിയുടെ ഓട്ടോബയോഗ്രഫി ആയിരുന്നു അടിമ മക്ക. ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് അടിമ മക്ക? CK ജാനു. കേട്ടോ, CK ജാനുവിന്റെ ഓട്ടോബയോഗ്രഫിയാണ് 2023 നവംബറിൽ പുറത്തിറങ്ങിയത്. CK ജാനുവിനെ കുറിച്ച് നമുക്കറിയാം. മുത്തങ്ങ സമര നായികയാണ് അല്ലെ. മുത്തങ്ങ സമരം നടന്നത് 2003. സോ 2003 നടന്ന മുത്തങ്ങ സമര നായികയാണ് CK ജാനു എന്ന് പറയുന്നത്. ആ ഒരു മുത്തങ്ങ സമരം നയിച്ച മറ്റൊരു വ്യക്തി കൂടിയാണ് ഗീതാനന്ദൻ എന്ന് പറയുന്നത്. കേട്ടോ, ഗീതാനന്ദൻ. അടിമ മക്ക എന്ന ഓട്ടോബയോഗ്രഫി ആത്മകഥ ആരുടേതെന്ന് ചോദിച്ചാൽ CK ജാനു. ഞാൻ ഓൾറെഡി പറഞ്ഞു, PSC ഈ ഒരു വളരെ പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ ആത്മകഥകൾ ചോദിക്കാറുണ്ട്. കൂടാതെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ആത്മകഥകൾ ചോദിക്കാറുണ്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ ആത്മകഥകൾ CA പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ചില ആത്മകഥകൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ചിട്ട് പോകാം. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന ആത്മകഥ ആരുടേത്? മാധവ് ഗാഡ്ഗിൽ. കേട്ടോ, പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന ആത്മകഥ ആരുടേതെന്ന് ചോദിച്ചാൽ മാധവ് ഗാഡ്ഗിൽ. ചിരിക്ക് പിന്നിൽ അത് ആരുടെ ആത്മകഥയായിരുന്നു? പ്രശസ്ത സിനിമാ നടൻ ഇന്നസെന്റ് ഏട്ടന്റെ ആ ഒരു ആത്മകഥയായിരുന്നു ചിരിക്ക് പിന്നിൽ. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിലാണ് ഈ ഒരു ചോദ്യം ഇനി മുതൽ PSC വരുന്നത്. സോ ചില വ്യക്തികൾ, വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ചില വ്യക്തികൾ അടുത്തിടെ അന്തരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മകഥകൾ കൂടി പഠിച്ചു വെച്ചിരിക്കണം. പുതിയ ആത്മകഥകൾ നിങ്ങൾ പഠിക്കണം. ചില വ്യക്തികൾ
വളരെ റീസെന്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന ആത്മകഥകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. കൂടാതെ അടുത്തിടെ ഏതെങ്കിലും പ്രോമിനന്റ് ആയിട്ടുള്ള വ്യക്തികൾ അന്തരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മകഥകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, PSC ചോദിക്കും. സോ അന്തരിച്ച ഇന്നസെന്റിന്റെ ആത്മകഥ ഏതെന്ന് ചോദിച്ചാൽ ചിരിക്കു പിന്നിൽ. അടുത്തതായി മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന്റെ ആത്മകഥ ഏതെന്ന് ചോദിച്ചാൽ ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ MM ലോറൻസിന്റെ ആത്മകഥയാണ്. അടുത്തതായി മറ്റൊരു ആത്മകഥയാണ് 2023 ഡിസംബറിൽ പുറത്തിറങ്ങിയ മലയാള സാഹിത്യ നിരൂപകയായ ഡോക്ടർ M ലീലാവതിയുടെ ആത്മകഥ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ധ്വനിപ്രയാണം. ഡോക്ടർ M ലീലാവതിയുടെ ആത്മകഥ ഏതെന്ന് ചോദിച്ചാൽ ധ്വനിപ്രയാണം. അടുത്തതായി മറ്റൊരു ചോദ്യം, കളിയരങ്ങിലെ കുലീന നായിക എന്നറിയപ്പെടുന്ന കോട്ടക്കൽ ശിവരാമന്റെ ആത്മകഥ ഏതെന്ന് ചോദിച്ചാൽ സ്ത്രൈണം എന്നാണ്. സ്ത്രൈണം. സെറ്റല്ലേടാ? സോ ഇനിയുമുണ്ട് ചോദ്യങ്ങൾ. അടുത്ത ചോദ്യം ഇതാണ്, 14ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻക്ലൂഡിംഗ് ദ പേലോഡർ ഓഫ് ചന്ദ്രയാൻ 3? ചന്ദ്രയാൻ 3ന്റെ പേലോഡർ ആയിട്ട് ഉൾപ്പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവർ പേലോഡറിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം, ചന്ദ്രയാൻ 3ന്റെ. സോ ഇവിടെ നിങ്ങൾ അറിയേണ്ടത് ചന്ദ്രയാൻ 3ന് ആകെ എത്ര പേലോഡർ? ചന്ദ്രയാൻ 3ൽ ആകെ 7 പേലോഡർ. ചന്ദ്രയാൻ 3ലെ 2 മൊഡ്യൂൾസുകളാണ് വിക്രം ലാൻഡറും റോവർ പ്രഗ്യാനും അല്ലെ, പ്രഗ്യാൻ. സോ 2 മൊഡ്യൂളുകളാണ് വിക്രം ലാൻഡറും അതുപോലെ തന്നെ റോവർ പ്രഗ്യാനും. വിക്രം ലാൻഡറിൽ 4 പേലോഡർ. ആ പേലോഡറിന്റെ പേര് ഞാൻ എഴുതാം, റാംഫ LP. ചാസ്റ്റ് എവിടെ നോക്കിയേ, ചാസ്റ്റ് ILSA LRA. ഇങ്ങനെ ടോട്ടൽ 4 പേലോഡറാണ് വിക്രം ലാൻഡറിലെ ഈ ഒരു മൊഡ്യൂളിലെ പേലോഡേഴ്സ് എന്ന് പറയുന്നത്. പ്രഗ്യാൻ റോവറിൽ 2 പേലോഡറാണ്. ആ പേലോഡറിന്റെ പേര് ഞാൻ എഴുതാം, ലിപ്സ്. ഒന്നാമത്തെ പേര് ലിപ്സ് എന്നാണ്. അടുത്തത് രണ്ടാമത്തെ പേലോഡറിന്റെ പേര് APXS. സോ 6 പേലോഡർ ആയിട്ടുണ്ട്. 4ഉം 2ഉം 6 പേലോഡർ ആയിട്ടുണ്ട്. സോ മറ്റൊരു മൊഡ്യൂളിലെ ഒരു പേലോഡറാണ് ഷേപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ 7 പേലോഡറാണ് ചന്ദ്രയാൻ 3ൽ ഉൾപ്പെട്ടത്. എങ്കിൽ പറഞ്ഞു ഇതിന്റെ ആൻസർ ഒന്ന് നിങ്ങളൊന്ന് മുന്നോട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. ചന്ദ്രയാൻ 3ലെ പേലോഡറിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ലിപ്സ് ചന്ദ്രയാൻ 3ലെ പേലോഡറാണ്. ചാസ്റ്റ് ചന്ദ്രയാൻ 3ന്റെ പേലോഡറാണ്. LRAയും ചന്ദ്രയാൻ 3ന്റെ പേലോഡറാണ്. പാപ്പ ചന്ദ്രയാൻ 3ന്റെ പേലോഡറല്ല. എങ്കിൽ പാപ്പ ഏത് ദൗത്യത്തിന്റെ പേലോഡറാണ്? ആദിത്യ L1ന്റെ പേലോഡറാണ് പാപ്പ എന്ന് പറയുന്നത്. എങ്കിൽ എന്റെ ചോദ്യം, മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ആദിത്യ L1ൽ ആകെ എത്ര പേലോഡർ? 7 പേലോഡർ. വെൽക്ക്, സ്യൂട്ട്, സോളക്സ്, ഹെൽവൺ ഓയിസ്, പാപ്പ, മാഗ്, ആസ്പെക്സ് കേട്ടോ. അങ്ങനെ 7 പേലോഡറാണ് നമ്മുടെ ആദിത്യ L1ൽ ഉള്ളത്. വെൽക്ക്, സ്യൂട്ട്, സോളക്സസ്, ഹെൽവൺ OS, കൂടാതെ പാപ്പ, മാഗ്, ആസ്പെക്സ് കേട്ടോ, ആസ്പെക്സ് എന്നീ 7 പേലോഡറാണ് ആദിത്യ L1ൽ. ഇതിൽ പാപ്പ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച പാപ്പയാണ് അടുത്തിടെ ഈ ഒരു സൂര്യനിലെ കൊറോണൽ മാസ് ഇജക്ഷന്റെ ആഘാതം കണ്ടെത്തിയ പേലോഡർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പയാണ്. നമ്മുടെ ഈ ഒരു ആദിത്യ L1ലെ കൊറോണയിലെ, അതായത് ഈ ഒരു സൂര്യനിലെ കൊറോണൽ മാസ് ഇജക്ഷന്റെ ആഘാതം കണ്ടെത്തിയ ആ ഒരു എക്സ്പെരിമെന്റ് നടത്തി വിജയിച്ചത് പാപ്പയാണ്. ചന്ദ്രയാൻ 3ൽ ആകെ 7 പേലോഡർ, കൂടാതെ ആദിത്യ L1ലും ആകെ പേലോഡർ 7 ഇവിടെ നോക്കിക്കേ, ചന്ദ്രയാൻ 3ൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ താപനില മനസ്സിലാക്കിയ പേലോഡർ ചാസ്റ്റ് ആണ് കേട്ടോ. ദക്ഷിണ ധ്രുവത്തിലെ താപനില ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ചാസ്റ്റ് ആണ്. കൂടാതെ LRAയുടെ പ്രത്യേകത എന്തായിരുന്നു? നാസ രൂപകൽപ്പന ചെയ്ത് ചന്ദ്രയാൻ 3ന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു പേലോഡർ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ചെയ്ത് നൽകിയിരിക്കുന്ന പേലോഡർ LRA ആണ് കേട്ടോ. ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ എന്ന് പറയും. കൂടാതെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ സൾഫറിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ പേലോഡർ ഏതെന്ന് ചോദിച്ചാൽ ലിപ്സ്. അത് പ്രഗ്യാൻ റോവറിലെ ഒരു പേലോഡറാണ്. സോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെരിമെന്റുകൾ ഈ ഒരു ചന്ദ്രയാൻ 3ലെയോ അല്ലെങ്കിൽ ആദിത്യ L1ലെയോ പേലോഡേഴ്സുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഡിഗ്രി ലെവലിൽ ചോദ്യങ്ങളായിട്ട് വരും. സോ 14ാമത്തെ ചോദ്യവും കഴിഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യത്തിലോട്ടാണ് പോകുന്നത്. സിംഗപ്പൂരിന്റെ DSR സാറ്റലൈറ്റ് ഇൻ ഓർബിറ്റ് ഇൻ 2023 ജൂലൈ.
സിംഗപ്പൂരിന്റെ ഈ ഒരു DSR എന്ന സാറ്റലൈറ്റ് 2023 ജൂലൈയിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ആ ഒരു റോക്കറ്റിന്റെ പേരെന്താണ്? ISROയുടെ റോക്കറ്റിന്റെ പേര് ഏതെന്നാണ് ചോദ്യം കേട്ടോ. ചോദ്യം മൊത്തത്തോടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, നിങ്ങൾ അസ്യൂം ചെയ്തെടുക്കുക. സിംഗപ്പൂരിന്റെ DSR എന്ന ഈ ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ റോക്കറ്റ് ഏതെന്നാണ് ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻസ് ആണ്: PSLV-C55, PSLV-C56, 57, 58. ഇതിലേതാണ് മക്കളെ റൈറ്റ് ആൻസർ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യമാണ്. ഇതിന്റെ റൈറ്റ് ആൻസർ PSLV-C56 ആണ്. DSR എന്ന സിംഗപ്പൂരിന്റെ ഉപഗ്രഹവും മറ്റ് 6 പാസഞ്ചേഴ്സുമായിട്ടാണ് ഭ്രമണപഥത്തിലോട്ട് 2023 ജൂലൈയിൽ PSLV-C56 കുതിച്ചത്. എങ്കിൽ PSLV-C57 എന്തായിരുന്നു? നമുക്കറിയാം ആദിത്യ L1 വേണ്ടി വിക്ഷേപിച്ച, അതിനുവേണ്ടി ഉപയോഗിച്ച വാഹനമായിരുന്നു PSLV-C57. PSLV-C58 എന്തായിരുന്നു പ്രത്യേകത? എക്സ്പോസാറ്റ്. ഓർമ്മയില്ലേ? 2024 ഒരു പുതുവത്സരത്തിൽ ISRO വിക്ഷേപിച്ച ആദ്യത്തെ ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് ഭ്രമണപഥത്തിൽ എത്തിക്കുവാൻ വേണ്ടി സഹായിച്ച ആ ഒരു വാഹനം PSLV-C58 ആയിരുന്നു. കൂടാതെ ആ ഒരു PSLV-C58 വിക്ഷേപിച്ച മറ്റൊരു പ്രധാന സാറ്റലൈറ്റ് ആയിരുന്നു വിസാറ്റ്. അതായത് നമ്മുടെ പൂജപ്പുര LBS എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും അവിടുത്തെ പ്രൊഫസേഴ്സും സംയുക്തമായി നിർമ്മിച്ച ഒരു സാറ്റലൈറ്റ് ആണ്, വിദ്യാർത്ഥി സാറ്റലൈറ്റ് ആണ് വിസാറ്റ്. ആ ഒരു വിദ്യാർത്ഥി സാറ്റലൈറ്റ് ഭ്രമണപഥത്തിൽ എത്തിക്കുവാൻ വേണ്ടി സഹായിച്ച വാഹനം PSLV-C58 ആയിരുന്നു. കൂടാതെ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ ബഹിരാകാശത്ത് സക്സസ് ആക്കാൻ കാരണമായ ആ ഒരു വാഹനവും PSLV-C58 ആയിരുന്നു കേട്ടോ. അപ്പോൾ PSLV-C58 ഒന്നിലധികം ചോദ്യങ്ങളുണ്ട്. സോ അതുപോലെ തന്നെ PSLV-56 മുതൽ 58 വരെയുള്ള ദൗത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ PSCക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വാഹനങ്ങൾ. സോ കൂട്ടുകാരെ, ഇന്ന് 15 ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. 15 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള CA ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. സോ ഇതെല്ലാം നല്ലപോലെ റിവൈസ് ചെയ്ത് നിങ്ങളെ ഒരുപാട് ഹെൽപ്ഫുൾ ആക്കും. നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഹോട്ട് ടോപ്പിക്സുകളുണ്ട്. നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസ് ആയാലും PSCയുടെ ഏത് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായാലും നിങ്ങൾ അറിയേണ്ട കുറെ ഹോട്ട് ടോപ്പിക്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ എടുക്കുന്ന അപ്പോയിന്റ്മെന്റ്സുകൾ, ചന്ദ്രയാൻ 3, ആദിത്യ L1, ഗഗൻയാൻ, ബഡ്ജറ്റ്, ഇത്തരത്തിലുള്ള ഒരുപാട് ഹോട്ട് ടോപ്പിക്സുകൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു G20 ഏഷ്യൻ ഗെയിംസ്, ഇത്തരത്തിലുള്ള ടോപ്പിക്സുകളൊക്കെ പഠിക്കുക. അതുപോലെ മന്ത്ലി കറണ്ട് അഫയേഴ്സുകൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഇങ്ങനെ പഠിച്ചു വരുന്ന വ്യക്തികൾക്ക് കറണ്ട് അഫയേഴ്സ് വളരെ ഈസിയാണ്. സോ എല്ലാവരും പറയുന്ന സാറേ ഇത് എങ്ങനെ പഠിക്കും? ഇത് പഠിക്കാൻ ഒരുപാടുണ്ടല്ലോ. നിങ്ങളെപ്പോഴും ഈ എക്സാമിന് തലേ ദിവസം പഠിക്കാൻ നിൽക്കുമ്പോഴാണ് ഇതൊരു വലിയൊരു ടാസ്ക് ആയിട്ട് മാറുന്നത്. സോ നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അത് എന്റെ ഗ്യാരണ്ടിയാണ്, നമ്മുടെ എൻട്രിയുടെ ഗ്യാരണ്ടിയാണ്. ഡെയിലി കറണ്ട് അഫയേഴ്സുകൾ കൃത്യമായിട്ട് നമ്മൾ ആപ്പിലൂടെയും അതുപോലെ തന്നെ ചാനലിലൂടെയൊക്കെ തരുന്നുണ്ട്. സോ അതെല്ലാം മാക്സിമം പ്രയോജനപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ സെഗ്മെന്റ് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും ഈ വരുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാംസിന് വേണ്ടി ഒരു ഓൾ ദ ബെസ്റ്റ് തരുന്നു. സോ എല്ലാവരും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, നല്ലൊരു സ്കോർ നേടുക, ജോലികൾ മേടിച്ചെടുക്കുക. ശരിയെങ്കിൽ നമുക്ക് എന്തായാലും ഇന്നത്തെ സെഗ്മെന്റ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.